പിന്നെ പോഷകമുള്ള ഭക്ഷണം കഴിക്കണം. കുട്ടിക്ക് പാലൊക്കെ വേണ്ടതല്ലേ. അയണും കാൽഷ്യം തുടരുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, ഗുഡ്. പിന്നെ ഡോക്ടർ, ഞങ്ങൾ ഹസ്ബൻഡ് ഇപ്പൊ നാട്ടിലുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് ഇനിയിപ്പോ 3 വർഷത്തേക്ക് കുട്ടികൾ വേണ്ടാന്നുള്ളൊരു ഇതുണ്ട്. അതിനിപ്പോ എന്താ ചെയ്യേണ്ടത്? ആക്ച്വലി നീ ഇപ്പം ചോദിച്ചില്ലേ എന്നോട്, ഈ ചോദ്യം യൂഷ്വലി ഞാൻ മിസ്സായി പോലാണ്. ആരും എന്നോട് ചോദിക്കലില്ല. ഇത് ചോദിച്ചിട്ട് വരുന്നവർ വളരെ കുറവാണ്. ഒരു പ്ലാനിങ് ഉണ്ടാകുന്നത് എപ്പോഴും നല്ലതാണല്ലോ. പലരും വരും, അയ്യോ ഡോക്ടറെ ഈ മാസം മെൻസസ് ആയിട്ടില്ല, കുട്ടി ചെറുതാണ്, മുലയോടി മാറ്റിയിട്ടില്ല, വീട്ടിൽ ആളില്ല, ഡിഗ്രിക്ക് പഠിക്കുകയാണ്, കംപ്ലീറ്റ് ആയില്ല, അല്ലെ BEdന് പഠിക്കുകയാണ്, എക്സാം ആണ്, ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ട് വരുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു അബദ്ധത്തിൽ ആയിപ്പോണേൽ നല്ലതല്ലേ നമ്മളൊരു പ്ലാനിങ്ങോടുകൂടി മുന്നോട്ട് പോകുന്നത് അല്ലേ? അതിൽ നമുക്ക് കോപ്പട്ടി ഇടാം. പിന്നെ മറ്റു മാർഗങ്ങളൊക്കെ ഉണ്ട്. അതിൽ നല്ലത് 3 വർഷം ആയതുകൊണ്ട് കോപ്പട്ടി ആയിരിക്കും നല്ലത്. കോപ്പട്ടിയുടെ പാർശ്വഫലങ്ങളൊക്കെ, കോപ്പട്ടിക്ക് ചിലപ്പോൾ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ, എന്തായാലും ഒരു പുതിയ സാധനം ഗർഭപാത്രത്തിൽ നിക്ഷേപിച്ചതല്ലേ, അതിൻ്റെതായ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ട്രബിൾ ചിലപ്പോൾ ഉണ്ടായിരുന്നിരിക്കും. ചെറിയ ബ്ലീഡിങ് അങ്ങനെയൊക്കെ ഇറഗുലർ ആവുന്നിരിക്കാം. പക്ഷെ അതൊക്കെ നോർമലായി വരും. ഒരു 2-3 ആഴ്ചക്കുള്ളിൽ നോർമലായി വരും. ഇനി എന്തെങ്കിലും അസാധാരണമായ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഡോക്ടർ വന്ന് കാണണം. ഓക്കെ, അപ്പോൾ നമുക്ക് അതിനുള്ള പ്ലാനിങ് ചെയ്യാം. നീ ഹസ്ബൻഡിനോട് ചോദിച്ചോളൂ, ഇന്ന് വേണമെങ്കിൽ ഞാൻ ഇട്ട് തരാം. ഓക്കെ.